ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ മാഡം എങ്ങോട്ടാണ് ചോദിക്കുമ്പോൾ, രോഹിത്തിൻ്റെ കേസ് ഇന്നല്ലേ, ഞാനും കക്ഷി ചേരാനായിട്ട് തീരുമാനിച്ചു. വണ്ടിയിലുള്ളത് എൻ്റെ അഡ്വക്കേറ്റാണ്, അഡ്വക്കേറ്റ് ഹരിശങ്കർ എന്ന് പറയുന്നുണ്ട്. ആരാണെന്ന് ഈ സോമശേഖരൻ സാറ് ചോദിക്കുമ്പോൾ അന്നേരം ഹായ് ഒക്കെ പറയുന്നുണ്ട്. തുടർന്ന് താൻ എന്താ ഇവിടെ എല്ലാ വണ്ടിയുമൊക്കെ പരിശോധിക്കാനായിട്ടെന്ന് ചോദിക്കുമ്പോൾ, ഒരു സത്യഭാമയുടെ മകൻ വിഷ്ണു ഇല്ലേ, അവനെ പിടിക്കാനായിട്ട് വല വീശിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്, അവനിന്ന് കോടതിയിൽ ഹാജരാകേണ്ടതല്ലേ എന്ന്. അവൻ കോടതിയിൽ ഹാജരാകില്ല, ഞാൻ പിടിക്കും എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ഞങ്ങൾക്ക് പോകാമല്ലോ എന്ന് ശ്രീരഞ്ജിനി ചോദിക്കുമ്പോൾ ഓ ഷുവർ എന്ന് പറയുകയാണ്. തുടർന്ന് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അകത്തിരിക്കുന്ന വിഷ്ണു വണ്ടിക്കകത്തിരുന്നതെല്ലാം കേട്ട് തലകുലുക്കുകയാണ്. വിഷ്ണു ഇങ്ങനെ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറഞ്ഞിട്ട് ഈ സോമശേഖരന് കൈ കൊടുക്കുകയാണ്. അന്നേരം കൈ കൊടുക്കുന്നുണ്ട് തിരിച്ചും. എന്നിട്ട് അവർ വണ്ടിയിൽ കയറി അങ്ങ് പോവുകയാണ്. തുടർന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഈ അടുത്ത് സോമശേഖരൻ്റെ അടുത്ത് നിൽക്കുന്ന കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, സാർ എനിക്കൊരു സംശയമെന്ന്. അന്നേരം മണ്ടത്തരമാണെങ്കിൽ ചോദിക്കരുതെന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പേ പറയുന്നുണ്ട്, ആ വക്കീൽ എന്തൊരു മര്യാദക്കാരനാണ്, ചിലരാണെങ്കിൽ ഭയങ്കര തണ്ടൊക്കെയാണ്, ഇയാൾ കൊള്ളാം, നമ്മുടെ കേസൊക്കെ ഉണ്ടെങ്കിൽ അയാളെ കൊടുക്കാം എന്നൊക്കെ ഈ സോമശേഖരൻ പറയുകയാണ്. തുടർന്ന് ഈ കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, വക്കീൽ തന്നെയല്ലേ വിഷ്ണു എന്ന്. അന്നേരം അതെങ്ങനെ വിഷ്ണു ആവും, അത് ഹരിശങ്കർ അല്ലേ, അഡ്വക്കേറ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സോമശേഖരനൊരു സംശയം തോന്നുകയാണ്. വിഷ്ണു ജീപ്പിൽ വന്നിങ്ങനെ നോക്കുന്നതും വണ്ടിയിലിരിക്കുന്ന കൂളിംഗ് ഗ്ലാസും മാസ്കും വെച്ച വിഷ്ണുവിനെ ഒന്നുകൂടെ നോക്കുമ്പോൾ തനിക്കിത് എപ്പോഴാണ് തോന്നിയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്ന് ഈ കോൺസ്റ്റബിൾ പറയുമ്പോൾ, എന്നാൽ പിന്നെ തനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സാറല്ലേ പറഞ്ഞത് വിഷ്ണുവിനെ പിടിക്കുന്നത് വരെ ഒരക്ഷരം മിണ്ടരുതെന്ന്. എങ്കിൽ പിന്നെ പെട്ടെന്ന് വണ്ടി ഇടും, നമുക്ക് ആ കാറിനെ ഫോളോ ചെയ്യാമെന്നും പറഞ്ഞ് പിന്നെ ജീപ്പിൻ്റെ പുറത്തും തൊപ്പിയൊക്കെ എടുത്ത് തലവയ്ക്കുകയാണ് സോമശേഖരൻ. അന്നേരം ഈ കോൺസ്റ്റബിൾ ചോദിക്കുകയാണ്, അപ്പോൾ സാറേ ബാക്കി വണ്ടികളൊക്കെ നമുക്ക് പരിശോധിക്കണ്ടേന്ന്. അന്നേരം സോമശേഖരൻ അങ്ങ് തലേ കൈ വയ്ക്കുകയാണ്. എൻ്റെ കൂടെയുള്ളവരും മണ്ടന്മാരെ പോയല്ലോ, ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി എടുത്ത് കാറിൻ്റെ പുറകെ പോകുന്നുണ്ട്. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ വിഷ്ണു ശ്രീരഞ്ജിനിയും കാറിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്, അങ്ങനെ അവരെ പറ്റിച്ചു എന്നുള്ള രീതിയിൽ. തുടർന്ന് വിഷ്ണു ആ മാസ്കും ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വണ്ടിയിൽ. ഇതേസമയം അവിടെ കോടതി കൂടുന്നുണ്ട്. വാദിഭാഗത്തേക്ക് പ്രതിഭാഗത്തേക്ക് സുസ്മിതയും സാക്ഷിക്കൂട്ടിലേക്ക് പ്രീതിയും ഒക്കെ കയറി നിൽക്കുകയാണ്. അമീർ അബ്ദുള്ളയും ശാലിനിയും പിന്നെ അർജുനും ശങ്കറും എല്ലാവരും ഹാജരായിട്ടുണ്ട്. തുടർന്ന് പ്രീതി സാക്ഷിക്കൂട്ടിലേക്ക് കയറുമ്പോൾ അർജുൻ അങ്ങ് തുടങ്ങുകയാണ്, ദൈവം പറഞ്ഞത് അന്ന് ഞാൻ വാദിച്ചതുപോലെ ദൈവം നേരിട്ട് വന്ന് സാക്ഷിമൊഴി തരും എന്ന് പറഞ്ഞത് ഈ കേസിൽ അന്വർത്ഥമായിരിക്കുകയാണ്. 7 മാസത്തോളമായി കോമ സ്റ്റേജിൽ കിടന്ന ഈ EW7 എന്ന സാക്ഷി മൊഴി ഇവിടെ രേഖപ്പെടുത്താൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അർജുൻ അങ്ങ് ആത്മാർത്ഥതയോടുകൂടി അങ്ങ് വാദിച്ച് കസറുമ്പോൾ അമീർ അബ്ദുള്ള ഒരു ഒബ്ജക്ഷൻ വയ്ക്കുകയാണ്, അതിന് തടസ്സമുണ്ട് എന്ന്. അന്നേരം ജഡ്ജി ചോദിക്കുന്നുണ്ട്, എന്ത് തടസ്സമാണുള്ളത്, ഈ സാക്ഷിയെ മുന്നേ തന്നെ സാക്ഷിപ്പട്ടികയിൽ ചേർത്തതാണല്ലോ, അതിനിപ്പോൾ വിസ്തരിക്കുന്നതിന് എന്താ കുഴപ്പമെന്ന്. അന്നേരം വിസ്തരിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല, പക്ഷേ ഈ സാക്ഷിയെ കോടതിക്ക് വിശ്വാസയോഗ്യമാണോ എന്നാണ് എനിക്ക് അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ താങ്കൾ പറയുന്ന പോയിന്റ് കുറച്ചുകൂടി വ്യക്തമാക്കണമെന്ന് ജഡ്ജി പറയുന്നുണ്ട്. അന്നേരം അമീർ അബ്ദുള്ള തൻ്റെ ആ കള്ളക്കളി ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. 7 മാസത്തോളമായി കോമ സ്റ്റേജിൽ കിടക്കുന്നു. ഇതുവരെ നാടിഞ്ഞരമ്പുകളെയും തലച്ചോറിലും ഒക്കെ നിശ്ചലമാക്കി കിടന്നിരുന്നൊരവസ്ഥയാണ്. ഒരുപക്ഷെ ഇനി ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരവില്ല എന്നുള്ള ഒരു ഗാഠനിദ്ര, അതിൽ നിന്നും ഉണർന്നൊക്കെ വരുമ്പോൾ അവരുടെ തലച്ചോറ് എങ്ങനെ പ്രവർത്തിക്കുമെന്നോ ഭൂതകാലത്തെയും അവരുടെ ഇപ്പോഴത്തെ ചിന്തകളെയും ഒക്കെ കൂട്ടിക്കുഴയ്ക്കും. അപ്പോൾ അങ്ങനെ ഒരു സാക്ഷി ഇവിടെ വിശ്വാസയോഗ്യമാണോ, കണ്ടതാണോ കാണാത്തതാണോ എന്നൊക്കെ പറയുന്നത് നമ്മൾ എങ്ങനെ വിശ്വസിക്കും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പക്ഷേ അർജുൻ അങ്ങ് കൂളായിട്ട് നിൽക്കുകയാണ്. അവിടെ ശാലിനിയും പിന്നെ പ്രീതിയും ഒക്കെ ഒന്ന് രോഹിത്തും ഒക്കെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. പക്ഷെ സുസ്മിത അങ്ങ് സന്തോഷത്തിൽ നിൽക്കുകയാണ് അമീർ അബ്ദുള്ളയുടെ വാദമൊക്കെ കേട്ടിട്ട്. അന്നേരം തുടർന്ന് ഇത്രയും പറഞ്ഞ് അമീർ അബ്ദുള്ള അങ്ങ് പോയിരിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, നീതിന്യായം നിലനിന്ന് കാണാനും ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളൊക്കെയുള്ള ഈ പിന്നെ വക്കീലിൻ്റെ വ്യഗ്രതയെ അനുമാനിക്കണമെന്ന് തന്നെയാണ്, അത് ചെയ്യണമെന്നൊക്കെയാണ് എന്ന് പറഞ്ഞ് അമീർ അബ്ദുള്ള പറഞ്ഞത് ശരിയാണ്, അത് മാനിക്കണമെന്നൊക്കെ അർജുനും വാദിക്കുകയാണ്. പക്ഷെ അത് കളിയാക്കിയൊരു സ്വരത്തിലാണ് അർജുനോട് പറയുന്നത്. അമീർ ഇങ്ങനെ വാദിക്കുമെന്ന് അർജുന് നേരത്തെ അറിയാമെന്ന് തോന്നിയിരുന്നു. ഒരു മുഴ മുമ്പേ അർജുൻ എറിഞ്ഞിരുന്നു. അർജുൻ പറയുകയാണ്, ഒരു പ്രതിയുടെ മാനസികാവസ്ഥ ശരിയല്ല എന്ന് തോന്നിയാൽ കോടതിക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. ഒരു സിവിൽ സർജനോ മെഡിക്കൽ ഓഫീസർക്കോ പ്രതിയെ സാക്ഷിയോ പരിശോധിച്ച് ഫിറ്റ്നസ് ഉറപ്പുവരുത്തണം, മാനസികാവസ്ഥ ഉറപ്പുവരുത്തണം എന്നുള്ളത്. അങ്ങനെയുള്ളൊരു സർട്ടിഫിക്കറ്റ് ഞാനിവിടെ ഹാജരാക്കുകയാണ്. മെഡിക്കൽ ഓഫീസർ ഫിറ്റ്നസ്സും ഒക്കെ പ്രതിയുടെ മാനസികാവസ്ഥയും ഒക്കെ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണെന്ന് പറഞ്ഞ് അർജുൻ ഒരു സർട്ടിഫിക്കറ്റ് ജഡ്ജിക്ക് കൈമാറി
മാറുകയാണ്. അമിതന സുസ്മിതയും പിന്നെ അമീറും ഒക്കെ ഒന്ന് ഒരു സംശയം പെട്ട് നിൽക്കുകയാണ്. തുടർന്ന് അർജുനാണെങ്കിൽ അമീർ അബ്ദുള്ള അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ മേശയിൽ ഇങ്ങനെ 2 കൈയും കുത്തിയിട്ട് പറയുന്നുണ്ട്, മിസ്റ്റർ അമീർ, നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ എപ്പോഴും ജയിക്കണമെന്ന് വാശി പിടിക്കരുത് എന്നിങ്ങനെ അമീർ മാത്രം കേൾക്കുകയാണ് പറയുന്നത്. അന്നേരം പക്ഷെ അമീറും വിട്ടു കൊടുക്കുന്നില്ല. ഒരു പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണ്, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്നൊക്കെ അമീറും തിരിച്ചു പറയുന്നുണ്ട്. അതേസമയം ആ സർട്ടിഫിക്കറ്റ് വായിച്ച ശേഷം ജഡ്ജി പറയുന്നുണ്ട്, നൗ പ്രീതി ഈസ് ഓൾ റൈറ്റ്, ഫിറ്റ്നസ്സും മാനസികാവസ്ഥയും എല്ലാം ഓക്കെ ആണെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അർജുന് സാക്ഷിയെ വിസ്തരിക്കാമെന്ന് പറഞ്ഞ് അർജുൻ അനുമതി കൊടുക്കുകയാണ്. ഇതേസമയം വിഷ്ണുവും ശ്രീരഞ്ജിനിയും കോടതിയിലേക്ക് എത്തിയിട്ടില്ല. അവരിങ്ങനെ കാറിലിരുന്ന് വണ്ടിയിൽ വരുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. തുടർന്ന് അർജുൻ പ്രീതിയെ വിസ്തരിക്കാനായിട്ട് തുടങ്ങുകയാണ്. പ്രീതി അല്ലേ 3-4 മാസമായിട്ട് നിങ്ങൾ കോമയിലായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് അർജുൻ്റെ മുഖത്തോക്കി പറയുമ്പോൾ കോടതിയോട് ജഡ്ജിൻ്റെ മുഖത്തോക്കി പറയാനായിട്ട് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. അന്നേരം അതെ കോമയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. തുടർന്ന് എങ്ങനെയാണ് നിങ്ങൾക്കത് സംഭവിച്ചത്, കോമയിലേക്ക് വീണത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം പ്രീതിയൊന്നും മിണ്ടുന്നില്ല. പ്രീതി ഇങ്ങനെ സുസ്മിതയെ നോക്കുന്നുണ്ട്, അർജുനെയും കോടതിയെ എല്ലാവരെയും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് അർജുൻ വീണ്ടും ചോദിക്കുകയാണ്. പക്ഷേ പ്രീതിക്കാണെങ്കിൽ എന്തോ ഒരു മയക്കം പോലെ പ്രീതിക്ക് പെട്ടെന്ന് പ്രഷറൊക്കെ കൂടുകയും ആ കോടതി സാക്ഷി കൂട്ടിലേക്ക് ഇങ്ങനെ 2 കൈയും വെച്ച് ബലമായിട്ട് പിടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അന്നേരം ശാലിനി ഓർക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ, 48 മണിക്കൂറാണ് മയക്കുമരുന്നിൻ്റെ എഫക്റ്റ്, പുറത്തേക്കൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്, എപ്പോഴും മയങ്ങി വീഴാമെന്ന്. അന്നേരം അയ്യോ പ്രീതി എന്നൊക്കെ ശാലിനി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. തുടർന്ന് വീണ്ടും ചോദിക്കുമ്പോൾ പ്രീതിക്ക് പ്രഷറും കൂടുകയും കൈയൊക്കെ അതിൽ ഇങ്ങനെ ബലമായിട്ട് പിടിക്കുകയും ചെയ്യുകയാണ്. അർജുന് സംഭവം കാര്യം മനസ്സിലാവുന്നുണ്ട്. അർജുനാണെങ്കിൽ പ്രീതിയുടെ കയ്യിലേക്ക് ഇങ്ങനെ അമർത്തി പിടിക്കുകയാണ്. എന്നിട്ട് പറയൂ സത്യം തുറന്ന് പറയൂ ഒന്നുകൂടി നിർബന്ധിക്കുമ്പോഴും പ്രീതിക്ക് ഇങ്ങനെ കണ്ണൊക്കെ അടഞ്ഞു പോകുന്നുണ്ട്. അന്നേരം ഞാൻ പാറയിൽ വീണു, തല കല്ലിലേക്ക് ഇടിച്ചു എന്ന് പറയുമ്പോൾ ആദ്യം അത്രയും പറയുന്നുണ്ട്. തുടർന്ന് സുസ്മിതയെ നോക്കുകയാണ്. തുടർന്ന് അർജുൻ ചോദിക്കുകയാണ്, ആ സുസ്മിതയാണോ നിങ്ങളുടെ തല പാറക്കല്ലിലേക്ക് ഇടിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ പ്രീതിക്ക് പറയാനായിട്ട് സാധിക്കില്ല. പ്രീതിക്ക് കണ്ണുകളങ്ങ് അടഞ്ഞടഞ്ഞു പോകുമ്പോൾ ഒരു ഒബ്ജക്ഷൻ വയ്ക്കുകയാണ്. അമീർ അബ്ദുള്ള ഒരു ഒബ്ജക്ഷൻ വയ്ക്കുന്നുണ്ട്. പക്ഷേ വിസ്തരിക്കുന്നത് കേട്ടില്ല. അത് കഴിയട്ടെ എന്ന് ജഡ്ജി അവിടെ പറഞ്ഞ് അമീറിനെ ഇരുത്തുന്നുണ്ട്. തുടർന്ന് വീണ്ടും പറയൂ സത്യം പറയൂ എന്നൊക്കെ പറഞ്ഞ് അർജുൻ ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ പെട്ടെന്ന് പ്രീതി എല്ലാം അങ്ങ് മറക്കുകയും പ്രീതി അങ്ങ് ബോധം കെട്ട് വീഴുകയുമാണ്. മയക്കുമരുന്നിൻ്റെ എഫക്റ്റ് കാരണം പ്രീതി അങ്ങ് ബോധം കെട്ട് വീഴുന്നുണ്ട്. തുടർന്ന് ബാക്കിൽ നിൽക്കുന്ന വനിതാ പോലീസ് എല്ലാവരും കൂടെ ചേർന്നങ്ങ് പ്രീതിയെ പിടിക്കുകയാണ്. തുടർന്ന് ശാലിനിയും പ്രീതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പ്രീതി എന്നിങ്ങനെ വിളിക്കുമ്പോൾ പ്രീതിക്ക് ബോധം വരുന്നില്ല. തുടർന്ന് ജഡ്ജി പറയുന്നുണ്ട് ആ കുട്ടിക്ക് അടിയന്തരമായിട്ട് വൈദ്യസഹായം നൽകാനായിട്ട്. തുടർന്ന് വനിതാ കോൺസ്റ്റബിൾമാരും ശാലിനിയും ചേർന്ന് പ്രീതി അങ്ങ് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അന്നേരം ആകെ നിസ്സഹായനായിട്ട് അർജുനും രോഹിത്തും ഒക്കെ നിൽക്കുകയാണ്. അതേസമയം ഇതെന്തൊക്കെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നൊക്കെ ജഡ്ജി ചോദിക്കുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് മറുപടി ഉണ്ടാകില്ല. വ്യക്തി വൈരാഗ്യം തീർക്കാനായിട്ട് ഇങ്ങനെയും പിന്നെ നിയമത്തിന് നേരെ ഒരു കുറ്റവാളി നിരപരാധിയെ ഒരാളെ ശിക്ഷിക്കപ്പെടാനായിട്ട് അയാൾ നോക്കും. ലജ്ജയില്ലേ പിന്നെ 7ാം സാക്ഷിയായിട്ട് ഹാജരാക്കിയിരിക്കുന്നത് ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വൈഫാണ് എന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ടാകുമല്ലോ. അപ്പം ഈ പ്രീതിയുടെ കുട്ടി, അതായത് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കുട്ടിയെ കൊല്ലാൻ നോക്കി എന്നുള്ളൊരു പരാതിയും മേലാണ് ആദ്യം ഈ കക്ഷിയായ സുസ്മിതയെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ആ കേസ് തള്ളിപ്പോവുകയും ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അമ്മയെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി തന്നെയാണ്, ആ ഒരു ആരോപണം വീണ്ടും ഉന്നയിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഈ അർജുൻ ശങ്കറിൻ്റെ ഭാര്യയുടെ തല വീണ്ടും കല്ലിലേക്ക് ഇടിച്ചു എന്നും പറഞ്ഞ് വീണ്ടും ഒരു കേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമില്ലേ എന്നൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് ചോദിക്കുമ്പോൾ അർജുന് മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. തുടർന്ന് അർജുൻ പറയുന്നുണ്ട് ഇതൊക്കെ കള്ളമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതാരും കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല. തുടർന്ന് ഭഗവത്ഗീതയിലും തൊട്ട് സത്യം ചെയ്ത് ആ സാധു സ്ത്രീയെ കൊണ്ട് കള്ളം പറയിക്കാനായിട്ട് നോക്കിയത് കൊണ്ടാണ്, ആ സ്ത്രീക്ക് അത് കഴിയാഞ്ഞതിലാണ് അവിടെ കുഴഞ്ഞു വീണത്. ഭർത്താവ് എന്നുള്ളൊരു അധികാരം ഉപയോഗിച്ച് മാനസികമായിട്ട് പീഡിപ്പിച്ചു, കള്ളം പറയിക്കാൻ ശ്രമിച്ചു, എങ്ങനെയും കേസ് ജയിക്കണം എന്ന് തന്നെയാണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആവശ്യം. നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇയാൾ പറയുന്നതൊക്കെ പച്ച കള്ളമാണ്, എനിക്കത് തെളിയിക്കാനായിട്ട് സാധിക്കും, അതുകൊണ്ട് ഈ കേസ് മറ്റൊരവധിയിലേക്ക് നീട്ടിവെക്കണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആകെ വിജയിച്ച സന്തോഷത്തിൽ സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് അമീർ അബ്ദുള്ള പറയുകയാണ് എന്തിന് നീട്ടിവെക്കണം, അന്ന് എൻ്റെ കക്ഷിയുടെ മേൽ ആരോപിച്ച ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നും നുണയാണെന്നുമൊക്കെ അന്നേ തെളിഞ്ഞിരുന്നതാണ്. പക്ഷേ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒരു വാദമുണ്ടായിരുന്നു, സംഭവത്തിന് ദൃക്സാക്ഷിയുണ്ട്, ഹാജരാക്കാൻ സമയം അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ്. അതിനാലാണ് ഇന്നത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. പക്ഷെ അതാണിപ്പോൾ ചീട്ട് കൊട്ടാരം പോലെ ഇവിടെ തകർന്നു വീണത്. അതൊക്കെ കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ, അപ്പോൾ എൻ്റെ കക്ഷിയെ നിരുപാധികം വിട്ടയക്കണമെന്നും കള്ളക്കേസുണ്ടാക്കാൻ ശ്രമിച്ച ഇവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികളും ഒക്കെ നൽകണമെന്നാണ് എൻ്റെ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു എന്നിങ്ങനെ അമീർ അബ്ദുള്ള അവിടെ വാദിക്കുകയാണ്.
തുടർന്ന് അമീർ അബ്ദുള്ള അങ്ങ് തൻ്റെ സീറ്റിലേക്ക് പോയിരിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, മൈ ലോർഡ്, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി എനിക്ക് കോടതിയെ ബോധിപ്പിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അമീർ അബ്ദുള്ള എഴുന്നേക്ക് കളിയാക്കി ചിരിക്കുകയാണ്. മസനഗുഡി വഴി ഊട്ടിക്ക് പോണ കാര്യമാണോ നിങ്ങൾക്ക് ഇവിടെ സമർത്ഥിക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ സുസ്മിതയൊക്കെ അങ്ങ് ഉള്ളറിഞ്ഞ് ചിരിക്കുകയാണ്. ചിരി അത് പുറമേ ശബ്ദം വരുന്നില്ല എങ്കിലും മനസ്സുകൊണ്ട് വിജയിച്ചു, തന്നെ വെറുതെ വിടും എന്നുള്ള ഒരു സിറ്റിങ്ങിൽ നിൽക്കുകയാണ് അവിടെ സുസ്മിത. അവസാന സാക്ഷിയെ കൂടി വാദിച്ചു കഴിഞ്ഞു. ആ സാക്ഷിയെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യം പോലും എനിക്ക് വന്നില്ല. അതൊക്കെ ഇവിടെ ചീട്ടുകെട്ടാരം പോലെ തകർന്ന് വീണില്ലേ. ഇനിയിപ്പോൾ മൈ ലോർഡ്, എൻ്റെ കക്ഷിയെ നിരുപാധികം വെറുതെ വിട്ടയക്കണം, ഈ കേസ് ക്ലോസ് ചെയ്യണം, കേസ് തള്ളണമെന്ന് ഞാൻ വാദിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും തൻ്റെ സീറ്റിലേക്ക് അമീർ ഇരിക്കുന്നുണ്ട്. തുടർന്ന് ജഡ്ജി പറയുന്നുണ്ട്, പറയാനുള്ളത് എന്താണെങ്കിലും പെട്ടെന്ന് വേണമെന്ന്. അന്നേരം അർജുന കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ്. സുസ്മിത ചായ കൊണ്ടുവന്ന് പ്രീതിക്ക് കൊടുത്തതും, പിന്നീട് പ്രീതി സത്യങ്ങളെല്ലാം സത്യഭാമയോടും എല്ലാവരോടുമായിട്ട് പറഞ്ഞതും, പിന്നീട് മയങ്ങി വീണതും, ഡോക്ടർ പറഞ്ഞതും 48 hours മയക്കം ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞത് അർജുൻ അവിടെ പറയുകയാണ്. തെളിവൊന്നുമില്ല അർജുൻ്റെ കയ്യിൽ. അന്നേരം ഇതാണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ അമീർ അബ്ദുള്ളയും എഴുന്നേൽക്കുകയാണ്. ഇതൊക്കെ എന്തടിസ്ഥാനമാണുള്ളത് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് മൈ ലോർഡ് എന്നും പറഞ്ഞ് അർജുൻ വീണ്ടും വാദിക്കാൻ ശ്രമിക്കുകയാണ്. അത്രയുമാകുമ്പോൾ കോടതി മുറി അവസാനിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ കോടതിയുടെ മുറ്റത്തേക്ക് ഫ്രണ്ടിലേക്ക് ശ്രീരഞ്ജിനിയും വിഷ്ണുവും കൂടി വരുന്നുണ്ട്. വിഷ്ണു ശ്രീരഞ്ജിനിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ്. ഒരു വക്കീലിൻ്റെ വേഷമാണ് അവിടെ വിഷ്ണു ധരിച്ചിരിക്കുന്നത്. അത്രയും മുറ്റത്തേക്ക് ഇറങ്ങുന്നു, അത്രയേ ഉള്ളൂ. അത്രയും കാണിക്കുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ പെൻഡ്രൈവ് കൊണ്ടുവന്ന് വിഷ്ണു ഹാജരാക്കുമോ അതോ ഇനി പെൻഡ്രൈവ് മാറുമോ എന്നുള്ളതൊക്കെ സുസ്മിത രക്ഷപ്പെടില്ലായിരിക്കാം. എന്തായാലും പെൻഡ്രൈവിലുള്ളത് സത്യമാണല്ലോ, അപ്പോൾ സുസ്മിതയ്ക്ക് ശിക്ഷ കിട്ടുമായിരിക്കും. അതാണ് പുതിയ എപ്പിസോഡ്. താങ്ക് യു.